ഒരു ദിവസം രാവിലെ ലുട്ടാപ്പേ പത്രം നോക്കടാ. ഓ ഇതാണ് സംഭവം. കല്ലുകളുടെ ദേശാടനം. ചിലപ്പോൾ ചില കല്ലുകൾ മറ്റു നാട്ടിലേക്ക് പറന്നു പോകും. വേണം, പക്ഷേ കുട്ടിച്ചാത്തന്മാർ തൊട്ടാൽ കല്ല് താഴെ ഇറങ്ങും. പിന്നെ 10 മിനിറ്റ് വിശ്രമിച്ചിട്ടേ പറക്കും. വേണമെങ്കിലൊന്ന് പരീക്ഷിച്ചോ. കുന്തത്തിൽ കുറച്ചെണ്ണ പുരട്ടി നോക്ക്, ചിലപ്പോ വറക്കാവും. ഇതെന്താ, കുന്തത്തെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയാണോ? ഓ, വലിയ തമാശ. അപ്പൂപ്പ, ഒരു ചിരി കൊട്. എന്നിട്ട് എവിടെ മായാവി? പുറത്തൊരു കല്ലിൽ വെച്ചിരിക്കുകയാ. കല്ലോ, വേഗമെടുക്ക്, ആ കല്ല് പറക്കും. അയ്യോ, ദേ പുറപ്പെട്ടു. പിടിച്ചോ. അയ്യോ, അയ്യോ, പോയിടങ്ങനെ താഴെ ഇറക്കടാം. അതെങ്ങനെ? കുന്തം കേടല്ലേ? ഇനിയിപ്പോ ദേശാടനമൊക്കെ കഴിഞ്ഞ് വരട്ടെ. താഴെ ഇറക്കണേ. അയ്യോ, എവിടെയെങ്കിലും ഒളിക്കാം. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. 2 ആഴ്ച മുമ്പ് എന്നെ അടിച്ചിട്ട് ഓടിയ കാളയാ ഇന്ന് വീണ്ടും പിന്നാലെ വന്നു. കുന്തത്തിൽ കയറി പറന്നാൽ പോരായിരുന്നു. കുന്തം കേടാ, സ്റ്റാർട്ട് ആവുന്നില്ല. കാളയ്ക്ക് എന്നോട് എന്തോ മുൻവൈരാഗ്യമുള്ളത് പോലെയാ. എടോ, അത് നിന്റെ ഈ ചുവന്ന നിറം കണ്ടിട്ടാവും. എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെടാ. ഡോണ്ട് വെറി. ഓടിയ വഴിക്ക് പുല്ല്, അത് തന്നെ വഴി. അങ്ങനെ ഒരു മാന്ത്രിക മരുന്ന് ഉണ്ടടാ. കിട്ടി. ഇത് കാലിൽ പുരട്ടി ഓടുന്ന വഴിയിൽ നീളൻ പുല്ല് മുളയ്ക്കും. എടോ, കാള വരുമ്പോ ഇത് കാലിൽ പുരട്ടി ഓടിയാൽ പോരെ. കാള പുല്ലും നിന്നോളും, നീ രക്ഷപ്പെടും. ശരിയാ, പിള്ളേരെ ശല്യപ്പെടുത്താനുള്ള ഒരവസരവും നമ്മൾ കളയരുത്. ഓഹോ, അതാണോ പരിപാടി? എന്നാ പിന്നെ കണ്ട മരുന്ന് പുരട്ടിക്കോ. പുരട്ടിക്കോ, എന്നിട്ട് കുന്തത്തിൽ പറന്നു ചെന്ന് ഇറങ്ങിയാൽ മതി. ശരിയാ, ചുമ്മാ മരുന്ന് കുപ്പി കൊണ്ടുപോകേണ്ടല്ലോ. നടന്നാലും വളരും, പൊക്കം കുറഞ്ഞ പുല്ല്. ഒരു സൂത്രമുണ്ട്. ആദ്യം വാതിലടച്ച് പുറത്തു നിന്ന് പൂട്ടാം. ഓരോ വാതിലടച്ചത്. ഇനി ഈ ചങ്ങാതിയെ അകത്തേക്ക് കയറ്റി വിടാം.
എടോ ഓടല്ലടോ, പുല്ലു വളരും. ഓടാതെ പറ്റില്ല, എനിക്ക് എലിയെ പേടിയാ. ഓടരുതെന്നാ പറഞ്ഞത്. വാതിൽ തുറക്ക്. പറ്റുന്നില്ല, പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാ. അയ്യോ, ഇനി വാതിൽ തുറക്കാം. ഹഹാ, മണ്ടോ, ഈ പുല്ല് മുഴുവൻ പറിച്ചു കളഞ്ഞിട്ട് പോടാ.